നമ്മുടെ പയറാണ്. പയർ നന്നായിട്ടെല്ലാം കായൊക്കെ തന്നു കഴിഞ്ഞു. ഒരു 7-8 പ്രാവശ്യം ഞങ്ങൾ നന്നായി പയറെടുത്തു. അപ്പോൾ ഇത് പിന്നെ ഇനി ഒന്നും ഉണ്ടാകത്തില്ല, ഇതിനി മാറ്റിയിട്ട് വേറെ നടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പോഴും അതിൻ്റെ ഇടയ്ക്കൊക്കെ പയർ വരുന്നുണ്ട്. കണ്ടോ, ഇതാണ്ടോ പയറിങ്ങനെ വരുന്നുണ്ട്. കണ്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നിൽക്കട്ടെ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം പയർ വരുന്നുണ്ട്, കാണുന്നില്ലേ? അതിലെല്ലാം പയർ കണ്ടോ, കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിയട്ടെ, പയർ വരുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ കുമ്പളം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുമ്പളം ഇത് ശരിയാകുമോയെന്ന് അറിയില്ല, എങ്കിലും ചെറിയ കുമ്പളം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതാ കണ്ടോ, കാണാമോ? ഇതാണ്ടോ ചെറിയ കുമ്പളം. നന്നാവുമോ എന്നറിയില്ല, അങ്ങനെ ചെറിയ അവിടെ എവിടെയായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്നുമില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് നടുന്നതല്ലല്ലോ ഇത്. നമുക്ക് എന്നാലും നമ്മളതിങ്ങനെ ഒരു സന്തോഷത്തിന് നടുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ചെറുത് കിട്ടിയാൽ കൂടി നമുക്കത് വലിയ സന്തോഷമാണ്. ഇവിടെ ഞാൻ പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഇതാണ്ട് ഇത് രാവിലെ കാക്ക വന്നിട്ട് ശരിക്ക് പറിച്ചിട്ട് പോകും. ഇതാണ്ട കാക്ക വന്ന് കൊത്തിയിട്ടിട്ടേക്കുന്നതാണ് ഇതെല്ലാം. ഇവിടെ നിറച്ചിങ്ങനെ കാക്ക വന്ന് കൊത്തി കുറേ കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാൻ വന്നപ്പോഴത്തേക്ക് 4-5 കാക്ക നിന്ന് കൊത്തുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ താഴെ അങ്ങ് ഇറങ്ങിപ്പോയി. അതുങ്ങൾക്കും വേണമല്ലോ ഭക്ഷണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല. അതാണ്ടോ ഇത് നിറച്ച് ഇതാണ്. നമുക്കും കഴിക്കാം. ഞാനും ഇതെടുത്ത് പറിച്ച് ഇങ്ങനെ തിന്നുന്നുണ്ട്. ഇതിൻ്റെ പച്ചക്കായുണ്ടല്ലോ, ഈ പച്ചക്കായ്, ഈ പച്ചക്കായ് തൈരിലിട്ടിട്ട് ഉണക്കണം. ഉണക്കിയിട്ട് അത് നെയ്യിൽ വറുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ്റിനകത്തുള്ള പിന്നെ നമ്മുടെ മുറിവുകൾ, അൾസറുകളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. നല്ല ഗുണമുള്ള സാധനമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഈ പച്ചക്കായ്. പിന്നെ ഞാനത് പറിച്ചപ്പോഴത്തേക്ക് വായിലോട്ട് ഇട്ടതാണേ. അപ്പം പച്ച കിട്ടിയാൽ നമുക്ക് തോനെയുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം. 1 വർഷം വരെയൊക്കെ കേടുകൂടാതിരിക്കും. ഇതിൻ്റെ പച്ച പറിച്ച് തൈരിലിട്ട് ഉണക്കി നമ്മൾ നെയ്യിൽ വറുത്ത് കഴിച്ചാൽ വായ്പുണ്ണ്, വയറ്റിനകത്തുള്ള അൾസറ്, കുടലിലുള്ളതൊക്കെ മാറും. ഇത്രയും ഗുണമുള്ള സാധനമായത്. തമിഴ്നാട്ടിലൊക്കെ കൃഷി ചെയ്താണ് വരുന്നുണ്ട്. നമ്മൾ ഈ ലുലു മാളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇതിങ്ങനെ വലിയ പ്രൈസിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളും കളയണ്ട. ഞാനിവിടെ കയറി വരുമ്പോൾ എല്ലാം ഈ 2 പറിച്ച് വായിലിടുക, ബാക്കിയെല്ലാം കാക്കയ്ക്കും കിളിക്കുക പോകുന്നത്. തത്തമ്മ ഒന്ന് പറിക്കും. തത്തമ്മ കാരണമാണ് ഞാൻ പയർ വേണ്ടാന്ന് വെച്ചത്. കണ്ടോ, ഇതെല്ലാം തത്തമ്മ കൊത്തിയിട്ട് കൊണ്ടുപോയ സാധനങ്ങളാണ്. കണ്ടോ, തത്തമ്മ കൊത്തി ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകും. എന്തായാലും ഇവിടെ എല്ലാം തത്തമ്മ